സൗജന്യയാത്ര പൊതുവിൽ സ്ത്രീകൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുത്താൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗജന്യയാത്ര എത്ര നാൾ നിലനിൽക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ച സ്ത്രീകളുണ്ട്. എനിക്ക് ഈ ഘട്ടത്തിൽ ഒരു വനിതാ കണ്ടക്ടറെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഇവർ യൂണിഫോം അടിച്ചു കഴിഞ്ഞാലും സൗജന്യയാത്ര നടത്താൻ അർഹതയുള്ള ആളാണ്. പക്ഷേ എന്നാൽ വനിതകൾക്ക് കിട്ടുന്ന ഈ സൗജന്യയാത്ര എങ്ങനെ കാണുന്നു? ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓർഡറായിട്ടൊക്കെ വന്നതിന് ശേഷമല്ലേ കാര്യങ്ങൾ തീരുമാനമാവുള്ളൂ. അപ്പോൾ അതൊരു മാനദണ്ഡം വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ KSRTC പൊതുവിൽ നഷ്ടത്തിലാണ്, അത് കൂടുതൽ നഷ്ടത്തിലേക്ക് പോകില്ലേ? അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളല്ലേ. അപ്പോൾ അതിനെന്തെങ്കിലും മെയിൽ ഫീമെയിൽ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മെയിലാണെങ്കിൽ നമ്മൾ മെയിലിന് കൊടുക്കും. മെയിൽ ക്യാഷ് വരും. ഫീമെയിൽ ആകുമ്പോൾ ഇപ്പം നിലവിൽ ക്യാഷ് ഉണ്ട്. അതിന് ഓർഡർ വന്നതിൻ്റെ ശേഷം ക്യാഷ് ഇല്ലാത്ത ടിക്കറ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഐഡിയ വന്നിട്ടില്ല. ഇപ്പോൾ ജെൻഡർ കറക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അതിലപ്പുറം സ്ത്രീകളെല്ലാം തന്നെ വലിയ സന്തോഷത്തിലാണ്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കോഴിക്കോട് KSRTC ടെർമിനലിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.